In a right-angled triangle ABC, if sin theta equal to 4 by 5, verify that first sin square theta plus cos square theta is equal to 1. അതായത് നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് വൺ ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ എ ബി സി സൈൻ തീറ്റ 4/5 തന്നിട്ടുണ്ട്. സോ നമ്മൾ ഏതെങ്കിലും ഒരു അക്യൂട്ട് ആംഗിൾ എ ഓർ ആംഗിൾ സി ഏതെങ്കിലും ഒന്ന് തീറ്റയായിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടിരുന്നു സൈൻ തീറ്റ 4/5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൈൻ തീറ്റയുടെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആംഗിൾ തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും, ഇത് ബേസ് ആയിരിക്കും. സോ സൈൻ തീറ്റ 4/5 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 4, അതായത് നമ്മുടെ എ ബി 4 ആയിരിക്കും. താഴെ വരുന്ന 5 ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് എ സി. സോ എ സി 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മറ്റ് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓരോന്നും എഴുതി നോക്കാം. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പിന്നെ ഏത് കൊടുത്താൽ മതി കേട്ടോ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ എന്തായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ബി സി കാൽക്കുലേറ്റ് ചെയ്യണം. ബി സി നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇത് 4 ഇത് 5. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 5² മൈനസ് 4² ആയിരിക്കും. അതായത് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താലാണ് 5² കിട്ടേണ്ടത്. സോ ഈ സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 5² മൈനസ് 4² ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് 25 മൈനസ് 60 അതിൻ്റെ റൂട്ട്. ഇത് 9ൻ്റെ റൂട്ട് പറയുന്നത് 3. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത് ബി സി ആയിരുന്നു. ഇനി നിങ്ങൾ നെക്സ്റ്റ് കോസ് തീറ്റ എഴുതാൻ പോവുകയാണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സൈഡ് ഇപ്പം നിങ്ങൾക്ക് 3 കിട്ടി. 3 ബൈ ഹൈപ്പോട്ടന്യൂസ് 5 കിട്ടി. അപ്പം നിങ്ങൾക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാൻ തീറ്റ എഴുതാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് 4 ഇവിടെ 3 ആണ്. അപ്പോൾ 4/3. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ 3 എണ്ണം കിട്ടി. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി ഓരോന്നും എഴുതുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽസ് എഴുതിയാൽ മതി. സൈൻ തീറ്റേൻ്റെ റെസിപ്രോക്കൽ കൊസീക് തീറ്റ. സൈൻ തീറ്റ 4/5 ആണെങ്കിൽ കൊസീക് തീറ്റ അത് തിരിച്ചിട്ടത്. ഇത് 5/4. പിന്നെ നിങ്ങൾക്ക് സീക് തീറ്റ എഴുതാം. സീക് തീറ്റ എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസ് തീറ്റ 3/5 ആണെങ്കിൽ സീക് തീറ്റ 5/3. ടാനിൻ്റെ റെസിപ്രോക്കൽ കോട്ട് തീറ്റ. ഇത് 4/3 ആണെങ്കിൽ ഇത് 3/4. അപ്പോൾ നിങ്ങൾക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസും കിട്ടി. ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മളോട് പറയുന്നത് വെരിഫൈ ദാറ്റ് ആണ്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഈ താഴെ കാണുന്ന ഫോർമുലാസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ തന്നിരിക്കുന്നതൊക്കെ സോ ഇവിടെ നമ്മളോട് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 3 ഐഡന്റിറ്റീസ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന 3 ഐഡന്റിറ്റീസ് ആണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 4/5 ആകുന്ന സമയത്ത് ഇതെല്ലാം ഈ ഐഡന്റിറ്റീസ് ഒക്കെ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇതിലത്തെ ഫസ്റ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പം വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലത്തിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ പ്രൂവ് ദാറ്റ് പ്രോബ്ലത്തിൽ എടുത്ത പോലെ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുക.
പ്രൂവ് ദാറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ സിംപ്ലിഫൈ ആയിരുന്നു ചെയ്തത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഈ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ RHS കിട്ടണം. അതാണ്. അങ്ങനെ RHS ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഈ ഐഡന്റിറ്റി വെരിഫൈ ചെയ്തെന്നാണ് അതിൻ്റെ മീനിങ്. സോ നമ്മളിവിടെ LHS എടുക്കുന്നു. നമ്മൾ ഓൾറെഡി എല്ലാ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസും കണ്ടുപിടിച്ചു. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക്ക്, കോട്ട്, ഈ 6 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റിൽ സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ സൈൻ തീറ്റൻ്റെ വാല്യൂ 4/5 ആണ്. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് നിങ്ങൾ 4/5 എന്ന് കൊടുക്കുന്നു. സൈൻ സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുന്നു. പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നിങ്ങൾ കോസ് തീറ്റൻ്റെ വാല്യൂ എടുക്കുന്നു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. സോ അതിൻ്റെ ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 4/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ 25 പ്ലസ് 3/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾക്ക് LCM മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 25ഉം 25ഉം LCM എടുത്തിട്ടുണ്ടെങ്കിൽ അത് 25. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ ആ ഡിനോമിനേറ്റർ എഴുതിയതിന് ശേഷം മുകളിലത്തത് ആഡ് ചെയ്താൽ മതി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് താഴത്തെ സെയിം നമ്പർ അവിടെ എഴുതുക, എന്നിട്ട് മുകളിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അതാണ് ഇവിടുത്തെ മെത്തേഡ്. 16 പ്ലസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വരും. സോ 16 പ്ലസ് 9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 എന്ന് വരും. സോ 25 ഡിവൈഡ് ബൈ 25 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതാണ് എന്ത് നമ്മുടെ RHS. സോ LHS ഈക്വൽ ടു RHS കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ഫോർമുല വെരിഫൈ ചെയ്തതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫോർമുല രണ്ടാമത്തത് അത് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഫോർമുല പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ എന്നാണ്. അതും നമ്മൾ നേരത്തെ പഠിച്ച ഐഡന്റിറ്റിയാണ്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ LHS എടുക്കുന്നു. LHS 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ്. അതിൽ ടാൻ തീറ്റൻ്റെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 4/3 എന്നാണ്. അത് നിങ്ങളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4/3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇത് സ്ക്വയർ ചെയ്യുക. 1 പ്ലസ് 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. ഇനി നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 9 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 9. 16 പ്ലസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 25 divided by 9. ഇനി നേരത്തെ കേസിൽ നിങ്ങൾക്ക് RHS നമ്പർ ആയിരുന്നു, പക്ഷെ ഇവിടെ RHS സീക്ക് സ്ക്വയർ തീറ്റയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ നമ്പർ കിട്ടിയതിന് ശേഷം നിങ്ങൾ RHS സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. RHS ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റയാണ് RHS. സീക്ക് തീറ്റ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 5/3 ആണ്. സോ അതിൻ്റെ സ്ക്വയർ 5/3 സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25, 3ന്റെ സ്ക്വയർ 9. എന്നിട്ട് ഇപ്പോൾ ഒരു നമ്പർ കിട്ടി, ഒരു നമ്പർ അല്ല, ഒരു ഫ്രാക്ഷൻ കിട്ടി. ഈ ഫ്രാക്ഷൻ നിങ്ങളുടെ LHSന്റെ വാല്യൂവിന് ഈക്വൽ ആണോ എന്ന് ഇനി ചെക്ക് ചെയ്താൽ മതി. LHS നിങ്ങൾക്ക് കിട്ടിയതും 25/9 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു LHS. അപ്പം നമ്മൾ RHS ഈക്വൽ ടു LHS എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എഴുതാം വെരിഫൈഡ്. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാണ്. മൂന്നാമത്തെ പ്രോബ്ലം 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LHS എടുക്കുക. ഇവിടെ RHS നമ്പർ അല്ല, അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് നേരത്തെ പോലെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഇവിടുന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ബാക്കി ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടുനോക്കിയാൽ മതി. ഓക്കെ,
LHS is equal to 1 plus cot square theta. 1 plus cot theta നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് 3/4 ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3/4 whole square. 1 plus 3 into square 9, 4 into square 16. Cross multiply ചെയ്തു. 1 into 16, 16 plus 9 divided by 16. It is 25/16. ഇത് നിങ്ങൾ RHS ആണ്. RHS cosec square theta എന്നാണ്. cosec square theta is equal to cosec നിങ്ങൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അത് 5/4 എന്നാണ്. സോ 5/4 എന്ന് എഴുതുക. ഹോൾ സ്ക്വയർ 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16. അത് തന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച LHS. സോ ദിസ് ഇസ് ഈക്വൽ ടു LHS. ഇപ്പം RHS is equal to LHS എന്ന് കിട്ടി. അതുകൊണ്ട് ഐഡന്റിറ്റി ഈസ് വെരിഫൈഡ്. സോ ഇങ്ങനെയാണ് വെരിഫൈ എന്നുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പം ഇതിലെ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇഫ് cos theta is equal to 1/2 in a right angled triangle, verify that tan theta equal to sin theta by cos theta, cot theta is equal to cos theta by sin theta. ഇതിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ LHS എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RHS എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. If sin theta is equal to 1/2, theta is acute, find cos theta. നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ടാണ് കണ്ടത്. അത് ആക്ച്വലി നിങ്ങൾ 10th നിങ്ങൾ പഠിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രോബ്ലം ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡൻറ്റിറ്റി എഴുതിയിട്ട് ചെയ്യുക. അത് തീരെ ആ ഫോർമുല എക്സാമിന് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിറ്റി തന്നെ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാം സൈൻ തീറ്റ 1/2 തന്നിട്ട് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സൈൻ തീറ്റയും കോസ് തീറ്റയും തമ്മിലുള്ള റിലേഷനുള്ള ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു 7-8 ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സൈനും കോസും കണക്ട് ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈൻ തീറ്റ അറിയാം, കോസ് തീറ്റ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട കോസ് തീറ്റയെ നമ്മൾ ഒരു സൈഡിൽ വെച്ച് മറ്റേതിനൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കോസ് സ്ക്വയർ തീറ്റേനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഈ സൈൻ സ്ക്വയർ തീറ്റേനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ടുള്ള സൈൻ സ്ക്വയർ തീറ്റ അവിടത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് ആകും. 1 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി ഇതിൽ തന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 1/2. അപ്പം നിങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. സോ 1/2 സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ആണ്. ഇനി ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 4 4 minus 1 divided by 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/4 എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ 3/4 ആണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ റൂട്ട് എടുത്താൽ മതി. കാരണം സ്ക്വയർ 3/4 ആണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും. സോ റൂട്ട് ഓഫ് 3/4 ദാറ്റ് ഈസ് 3ൻ്റെ റൂട്ട് √3, 4ൻ്റെ റൂട്ട് 2. അപ്പം നിങ്ങൾക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു √3/2 എന്ന് കിട്ടി. ഇത് തന്നെയാണ് നിങ്ങൾ മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ച് പൈതഗോറസ് തിയറം ചെയ്താലും കിട്ടുന്ന ആൻസർ. പക്ഷേ ഇവിടെ ഈ ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്ത് പഠിക്കുക. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രം മറ്റേ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഫൈൻഡ് സൈൻ തീറ്റ. അപ്പം ഇവിടെ ടാൻ തീറ്റ തന്നിട്ടുണ്ട്, സൈൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന്
നിങ്ങൾക്ക് ആദ്യം ടാൻ വരുന്ന ഇതുപോലത്തെ ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ഉള്ള ആ ഐഡന്റിറ്റി അത് വരുന്ന ഫോർമുല ഏതാണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം അത് യൂസ് ചെയ്തിട്ട്, അതായത് ടാനും സൈനും ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഫോർമുല നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ടാന് വരുന്ന ഫോർമുല ഈ ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ടാൻ വരുന്ന ഫോർമുല നമ്മൾ ആദ്യം റീകളക്ട് ചെയ്യും. നമ്മുടെ ഫോർമുല സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആയിരുന്നു. ഇവിടുന്ന് നിങ്ങൾക്ക് ടാൻ അറിയാം, അപ്പോൾ ടാനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സീക്ക് സ്ക്വയർ തീറ്റ മാത്രമാവും. സീക്ക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാവും. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ തീറ്റ 2 ആണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, ദറ്റ് ഈസ് 1 പ്ലസ് 2 സ്ക്വയർ 4, ദറ്റ് ഈസ് 5 എന്ന് വരും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സീക്ക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ അതിൽ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 5 കിട്ടും. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് സൈൻ തീറ്റയാണ് ചോദിക്കുന്നത്. അപ്പോൾ സൈൻ തീറ്റ ചോദിച്ചാൽ സീക്കിന്ന് നിങ്ങൾക്ക് കോസിലേക്ക് എത്താൻ പറ്റും. കാരണം കോസ് തീറ്റ എന്ന് പറയുന്നത്, സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റൻ്റെ റെസിപ്രോക്കലാണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് തിരിച്ചു വരും, 1 സീക്ക് തീറ്റ വരും. സോ 1 സീക്ക് തീറ്റ റൂട്ട് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 റൂട്ട് 5 എന്ന് കിട്ടി. ഇനി കോസ് തീറ്റ കിട്ടിയാൽ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഫോർമുല വേണ്ടിയിരുന്നു, കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഫോർമുല നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നു. സോ കോസ് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടുന്ന് കോസ് തീറ്റ എന്ന് പറയുന്നത് റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. സോ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ്, സോറി നമുക്ക് സൈൻ തീറ്റയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടേണ്ടത് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഫോർമുലയിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ കിട്ടാൻ കോസ് സ്ക്വയർ തീറ്റനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ തീറ്റയാവും. കോസ് തീറ്റ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിവിടെ കൊടുക്കുക. 1 മൈനസ് കോസ് തീറ്റ 1 റൂട്ട് 5 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് 1 റൂട്ട് 5ൻ്റെ സ്ക്വയർ 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 5 മൈനസ് 1/5, ദാറ്റ് ഈസ് 4/5 എന്ന് വരും. സോ സൈൻ സ്ക്വയർ തീറ്റയാണ് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് സൈൻ തീറ്റ എഴുതാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് വരും, 4/5ൻ്റെ റൂട്ട്, ദാറ്റ് ഈസ് 4ൻ്റെ റൂട്ട് 2, 5ൻ്റെ റൂട്ട് 5. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സൈൻ തീറ്റ ആയിരുന്നു, അതാണ് നിങ്ങൾക്കിപ്പം കിട്ടിയത്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/3 ഫൈൻഡ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ പറഞ്ഞ ടാനിൻ്റെ പ്രോബ്ലം പോലെ തന്നെ ആലോചിക്കുക. കോട്ട് വരുന്ന ഇതുപോലത്തെ ഫോർമുല ചെയ്ത് നിങ്ങൾക്കറിയാം, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് ഇവിടുന്ന് കോട്ട് നമുക്കറിയാം. സോ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ ലെഫ്റ്റ് സൈഡിൽ കൊസീക് സ്ക്വയർ തീറ്റ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് തീറ്റ 1/3 ആണ്. സോ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/3 ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9. ദിസ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 9 പ്ലസ് 1/9, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 1 10/9 എന്ന് കിട്ടും.
This implies cosec theta is equal to ഇതിൻ്റെ റൂട്ട് 10/9. 9ൻ്റെ റൂട്ട് 3 ആണ്. സോ റൂട്ട് 10/3 എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കൊസീക് തീറ്റയാണ്. കൊസീക് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസീക് തീറ്റയുടെ റെസിപ്രോക്കലാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും വിച്ച് ഇംപ്ലൈസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റയാണ്. അതുകൊണ്ട് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് തീറ്റേൻ്റെ റെസിപ്രോക്കലാണ്. സോ 1/കൊസീക് തീറ്റ എന്ന് എഴുതുക. കൊസീക് തീറ്റ റൂട്ട് 10/3 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/√10 വരും. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ ഇനിയും ഉണ്ട്. പേജ് 90 ഇത് ഞാൻ എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/5 ഫൈൻഡ് cos theta and tan theta. അടുത്ത ക്വസ്റ്റ്യൻ, if tan theta is equal to 1 find sin theta and cos theta. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫോർമുലാസ് മുഴുവൻ പഠിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.